KSRTCയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ബന്ധപ്പെട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻസ്. അപ്പോൾ വാഹനങ്ങൾ വഴിയിൽ പാർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു വാഹനം പാർക്ക് ചെയ്യുന്നു, പത്തനാപുരത്താണെന്ന് എനിക്ക് തോന്നുന്നു, കാപ്പ് കുടിക്കാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വാർത്തയാക്കുന്നു മീഡിയകൾ. സംഭവം ശരിയാണ്. ഇത്തരത്തിൽ സാഹചര്യത്തിൽ വാഹനം പാർക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. എന്നാൽ പല KSRTC ഡിപ്പോകളിലും വാഹനം പാർക്ക് ചെയ്യുവാനുള്ള ഇടയില്ലാതെ വരികയും വാഹനങ്ങൾ തെരുവിൽ പാർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ പാല, പൊൻകുന്നം തുടങ്ങിയ ഡിപ്പോകളിൽ വണ്ടികൾ ഒരുപാട് ഡിപ്പോ ഉണ്ട് കേട്ടോ. അതുപോലെ പുറത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇത്തരം സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ അങ്കമാലി ഡിപ്പോ അത് പണിയാൻ വേണ്ടി കൊടുത്തിട്ട് ഡിപ്പോ പണിത് കഴിഞ്ഞപ്പോൾ വണ്ടി ഇടാൻ ഇടയില്ല. ബാക്കി എല്ലാ പർപ്പസിനുമുള്ള ഇടയുണ്ട്, വണ്ടിക്കുള്ള ഇടയില്ലാതെ വന്നിരിക്കുക. ഈ കാര്യത്തിൽ ജീവനക്കാരെ കുറ്റപ്പെടുത്തുന്ന സമീപനമാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ സ്വീകരിച്ചിരിക്കുന്നത്. എനിക്ക് ആ ഉത്തരവിൽ രസകരമായ ഒരു വസ്തുത, ട്രാഫിക് നിയമങ്ങൾ പാലിക്കണമെന്ന് ആര്? എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ പറയുകയാണ്. ഇതേ ഓപ്പറേഷൻ തന്നെയാണ് പറയുന്നത്, തോന്നിയോടത്ത് നിർത്തി കൊടുക്കണം, യാത്രക്കാർ ആവശ്യപ്പെടുന്നതോട് നിർത്തി കൊടുക്കണം. ആവശ്യപ്പെടുന്നതോട് നിർത്തുക എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ആവശ്യപ്പെടുന്നതോട് നിർത്തുമ്പോൾ ആ ആവശ്യപ്പെടുന്ന ഒരു വളവിലാണെങ്കിൽ അവിടെ നിർത്താൻ പറ്റില്ല. ആവശ്യപ്പെടുന്ന വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്, ഒരു ഹൈവേയിലാണെങ്കിൽ നിർത്താൻ പറ്റില്ല. അതിന് ബസ് വേ വേണം, ഇല്ലെങ്കിൽ അതിന് പാരലൽ റോഡ് വേണം, അല്ലാത്ത റോഡുകളിലാണെങ്കിൽ ഒതുക്കി നിർത്താനുള്ള സ്ഥലം വേണം. അപ്പോൾ തെരുവിൽ വണ്ടി പാർക്ക് ചെയ്യിപ്പിക്കുന്ന ഓപ്പറേഷൻസ് മേധാവി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ KSRTC ചായക്കടകൾ തപ്പുകയാണ്, ഈ വഴി യാത്രക്കാർക്ക് ഭക്ഷിക്കാൻ. ഇപ്പോൾ നമ്മളൊരു KSRTC ബസ്സുമായിട്ട് പോകുമ്പോൾ യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് മിക്കവാറും നിർത്താറുണ്ട്. ഇപ്പോൾ ചായ കുടിക്കണം എന്നാവശ്യപ്പെടുന്ന സമയത്ത് ദീർഘദൂര ബസ്സുകൾ നിർത്താറുണ്ട്. പലരും KSRTC ബസ് സ്റ്റാൻഡുകളിലെ ക്യാൻറ്റീനുകൾ അത്ര സുഖകരമല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ ക്യാൻറ്റീനെയൊക്കെ സംബന്ധിച്ചുള്ള പരാതികൾ നമുക്ക് വളരെ വൃത്തിയായിട്ട് അറിയാവുന്നതാണ്. കോട്ടയം ക്യാൻറ്റീൻ, എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ക്യാൻറ്റീൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി അടപ്പിച്ചിട്ടുള്ളത് കോട്ടയത്താണെന്ന് തോന്നുന്നു. അത് ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻസിന് തന്നെ വളരെ അടുത്ത് ബന്ധമുള്ള ഒരു ക്യാൻറ്റീനാണത് എന്നെനിക്കറിയാം. ഞാൻ കൂടുതൽ പറയുന്നില്ല കേട്ടോ, അത് പിന്നെ പറയാം. അപ്പോൾ ഈ പറയുന്ന അധികാരികളെല്ലാം ഇത്തരം ആളുകളോട് കൈക്കൂലി മേടിച്ചുകൊണ്ട് ഈ ശോചനീയമായ അവസ്ഥയിലുള്ള ഭക്ഷണം നൽകുകയും എന്നാൽ യാത്രക്കാർക്ക് അത് ഇഷ്ടപ്പെടാതെ പുറത്തുള്ളയിടത്ത് നിർത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നിർത്തി കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥയും KSRTC ജീവനക്കാർക്ക്, പ്രത്യേകിച്ച് ഡ്രൈവർമാർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ വാഹനങ്ങൾ റോഡിൽ അനാവശ്യമായ രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന രീതിയിൽ പാർക്ക് ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം ഇത്തരം ഉത്തരവിറക്കുവാനുള്ള യോഗ്യത എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻസിന് ഇല്ല. കാരണം സ്റ്റാൻഡുകളിൽ പോലും വാഹനം ഇടാൻ ഇടയില്ലാതെ തെരുവുകളിൽ കൊണ്ട് ഈ വാഹനം പാർക്ക് ചെയ്യുന്ന അവസ്ഥ KSRTC ഡിപ്പോകളിലുണ്ട്. കാരണം ഉള്ള സ്ഥലം പോലും വൃത്തിയാക്കാതെയും സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടും KSRTC ബസ് പാർക്ക് ചെയ്യാൻ ഉള്ള സാഹചര്യം ഇല്ലാതെ വരുന്ന അവസ്ഥ സൃഷ്ടിച്ചത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷനും കൂടി ഉൾപ്പെട്ടയാണ്. അതുകൊണ്ട് ആ ബാധ്യത ഞങ്ങളുടെ തലയിലേക്ക് തരുന്നത് ശരിയല്ല. നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഇത്തരം ഉത്തരവ് ഇറക്കുന്നതിന് മുൻപ് കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ട് വേണം. അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ്റെ കസേരയിലിരിക്കുന്ന ആളിന് KSRTCയെക്കുറിച്ച് വലിയ ധാരണയില്ല എന്ന് പൊതുസമൂഹവും ജീവനക്കാരും മനസ്സിലാക്കും എന്ന് മാത്രം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നന്ദി. Thank you.